ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നൊരു റിയാക്റ്റിംഗ് വീഡിയോ ആണ് ചെയ്തത്. കുറച്ച് ദിവസങ്ങളായാലും സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു കാര്യത്തിന് എനിക്ക് കോമൺ ആയിട്ട് ഒന്ന് രണ്ട് അഭിപ്രായങ്ങൾ പറയണമെന്ന് തോന്നി. കൃഷ്ണകുമാർ ഫാമിലി യൂട്യൂബിലെ വീഡിയോസ് ഞാൻ കുറച്ചൊക്കെ കാണാറുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് അവിടെ ഒരു ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. ഞാൻ നോർമലി അവരുടെ വീഡിയോസ് കാണുന്നത് തന്നെ ഫുഡ് കഴിക്കുമ്പോഴായിരിക്കും. അത് അവരുടെ വീഡിയോസ് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. എനിക്ക് ഹാപ്പി ആയിട്ടിരിക്കുന്ന ആളുകളെ ഇഷ്ടമാണ്. അത് ഓൺലൈനായാലും ഓഫ്ലൈനായാലും ഹാപ്പി ആയിട്ടിരിക്കുന്നവരെ എനിക്ക് വളരെ ഇഷ്ടമാണ്. അങ്ങനെ വേണം എല്ലാവരും എന്നാണ് ഞാൻ ആഗ്രഹിക്കാറ്. ഓക്കെ, അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അവിടുത്തെ ഒരു ഇഷ്യൂ പലരും എടുത്ത് റിയാക്ട് ചെയ്യുന്നത് കണ്ടു, പല കമൻസ് കണ്ടു. ഇവരെല്ലാവരും കമൻസ് ഇടുന്നുണ്ട്, വീഡിയോസ് ഇടുന്നുണ്ട്, ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് അതൊക്കെ അവരുടെ വീട്ടിലെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിലാരാ ശരി തെറ്റ്, ഇതൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കിതിൽ കോമൺ ആയിട്ട് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയണമെന്ന് തോന്നി. ആദ്യത്തേത്, ഏജ് ഈസ് നോട്ട് എ ലൈസൻസ് ടു സേ എനിത്തിങ് ടു എനിവൺ. അതുപോലെ യുവർ ട്രോമ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ് ടു ബിക്കം ടോക്സിക് ടുവാർഡ്സ് അതേഴ്സ്. ഒന്നും പറയില്ല, ഞാൻ പറയാലോ. എനിക്കത് റോങ് ആയിട്ടാണ് തോന്നിയത്. അതിനി എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഏതൊക്കെ രീതിയിലാണ്, ഇപ്പൊ അമ്മയിൽ നിന്ന് നമുക്ക് നമ്മുടെ അമ്മയുടെ അമ്മേനെ കുറിച്ചോ, ഇപ്പൊ അമ്മമാരാണ് നമുക്കിത് പറഞ്ഞത്, നമ്മൾ വളരുന്ന സാഹചര്യത്തിൽ അവർ എന്തൊക്കെ സഫർ ചെയ്തു എന്നുള്ള പറഞ്ഞതിന്റെ മുകളിലായിരിക്കണം ഒരു ഓഡിറ്റ് വന്നിട്ടുണ്ടാവുക. പിന്നെ ഡെഫിനറ്റ്ലി അഹാന പറഞ്ഞത് ഇവിടെ ഈ ഒരു മെസ്സേജിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഈ മെസ്സേജ് വായിക്കുമ്പോൾ ഈ മുത്തശ്ശൻ ജീവിച്ചിരിക്കുമ്പോഴേ ഇങ്ങനത്തെ ടോക്സ് അമ്മ. ഏജ് എന്ന് പറയുന്നത് കൊണ്ട് നേടേണ്ടതാണോ റെസ്പെക്റ്റ്, അതോ നമ്മുടെ ക്യാരക്ടർ കൊണ്ട് നേടേണ്ടതാണോ റെസ്പെക്റ്റ്? റെസ്പെക്റ്റ് എന്ന് പറയുന്നത് പരസ്പരം ഡിമാൻഡ് ചെയ്യേണ്ട ഒരു കാര്യമാണോ? അത് നമ്മൾ ഏൺ ചെയ്യേണ്ട ഒരു കാര്യമല്ലേ? മുതിർന്നവരെ നമ്മൾ ബഹുമാനിക്കണം, പക്ഷേ അപമാനം നമ്മൾ സഹിക്കേണ്ട കാര്യമില്ല. ഞാനിത് ആ ഒരു ഫാമിലിയുടെ കാര്യം മാത്രമായിട്ട് പറഞ്ഞതല്ല. അതിലെ കമൻസ് പലതും കണ്ടത്, അതായത് ഏജ്ഡ് ആയിട്ടുള്ള ഒരു ലേഡി വന്ന് സംസാരിക്കുമ്പോൾ എല്ലാവരും അവർക്കൊപ്പം നിൽക്കുന്നു. അവരെന്ത് ചെയ്തു എന്നുള്ളത് പലർക്കും അതൊരു വിഷയമല്ല. റിയാക്ട് ചെയ്ത പല മെയിൻ ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സും പറയുന്ന മെയിൻ കാര്യം, അത്രയും ഏജ്ഡ് ആയിട്ടുള്ള ഒരാളോട് അങ്ങനെ സംസാരിക്കാൻ പാടില്ല. അപ്പോൾ അത്രയും ഏജ്ഡ് ആയിട്ടുള്ള ഒരാളും അതുപോലെ സംസാരിക്കാൻ പാടില്ല എന്നുള്ളത് എന്താ ആരും പറയാത്തത്? കയ്യടി കിട്ടാനാണോ? ഒരു വ്യക്തി എന്നോട് എങ്ങനെ പെരുമാറുന്നു എന്നതനുസരിച്ച് തന്നെ അവരോട് തിരിച്ചു പെരുമാറാമെന്നാണ് എൻ്റെ റൈറ്റ്സ് ആയിട്ടാണ് ഞാനതിനെ കാണുന്നത്. അതങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നതും. ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരാൾ എന്നോട് മോശമായി സംസാരിച്ചാൽ ഞാൻ തിരിച്ച് മോശമായി തന്നെ സംസാരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അല്ലാതെ ഇപ്പം നമുക്ക് കേൾക്കുന്ന പാടെ, ഇപ്പം നമ്മുടെ വീട്ടിലുള്ള ഒരാൾ നമ്മൾ മോശമായിട്ട് സംസാരിച്ച് നമുക്ക് ഓടിപ്പോയി കേസ് കൊടുക്കാൻ പറ്റത്തില്ല. വേണേൽ നമുക്ക് ക്ഷമിക്കാം, പക്ഷെ അത് ക്ഷമിക്കുന്നതിനും ചില കാര്യങ്ങൾക്കൊക്കെ പരിധി ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും. അപ്പോൾ ചിലരത് ക്ഷമിച്ചെന്ന് വരില്ല. അതുപോലെ ചിലർ എന്ത് കേട്ടാലും ക്ഷമിക്കുന്നവരുണ്ടാവും. പല ടൈപ്പായിരിക്കും ആളുകൾ. പക്ഷേ ഇതെല്ലാം നമ്മൾ നോർമലൈസ് ചെയ്ത് ഏജുള്ള ഒരാൾ എന്തും പറയാം, അല്ലാത്തവരത് ക്ഷമിക്കണം, സഹിക്കണം, അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻ വെച്ച് അത് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, ഇതൊന്നും നമുക്ക് പറയാനുള്ള അവകാശം ഉണ്ടോ? നമുക്ക് കുറേ റൈറ്റ്സ് ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മുടെ റൈറ്റ്സൊക്കെ പലരും ഇങ്ങനെ എന്താ പറയുക, കവർ ചെയ്യുവാണ്. അതായത് ആസ് എ സിറ്റിസൺ എനിക്ക് കുറേ റൈറ്റ്സ് ഉണ്ട്, ഇതെല്ലാം കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നോടൊരു വ്യക്തി എങ്ങനെ പെരുമാറുന്നു എന്നനുസരിച്ച് തിരിച്ചതേപോലെ പെരുമാറാൻ എനിക്കുള്ള റൈറ്റ്സ്, അത് എല്ലാ ആൾക്കാരും എന്താ മനസ്സിലാക്കാത്തത്? വേറൊരാൾക്ക് അതിനുള്ള റൈറ്റ്സ് ഇല്ലേ? അഹാനയുടെ കാര്യത്തിലാണെങ്കിൽ അഹാന ആ ചെയ്തത് ശരിയായില്ല, അഹാന അങ്ങനെ പറയരുതായിരുന്നു എന്ന് പറയുന്നു. അതായത് അഹാന ചെറിയ കുട്ടിയും അമ്മൂമ്മ ഏജിലായിട്ടുള്ള ഒരാളും ആയതുകൊണ്ടാണല്ലോ ആ പറയുന്നത്. അതിലെവിടെയാണ് ശരിയെന്ന് എനിക്ക് മനസ്സിലായില്ല. അവർ ഏജ്ഡ് ആണ് എന്നുള്ളത് കൊണ്ട് അവർക്ക് എന്തും പറയാമെന്നാണോ? എൻ്റെ ഒരു പോയിൻ്റ് ഇത് മാത്രമാണ്. അവരുടെ ഫാമിലിയിലെ കാര്യം ആണെങ്കിലും കോമൺ ആയിട്ടുള്ള എൻ്റെ പോയിൻ്റ് ഇതാണ്. ഏജ്ഡ് ആയിട്ടുള്ള ഒരാൾ, ഏജ് വെച്ചാണോ ഇവിടെ കുറ്റവും ശിക്ഷയും എല്ലാം നമ്മൾ നിർണ്ണയിക്കുന്നത്? എന്നെ ഒരു കാര്യത്തിനൊക്കെ എന്നെ പട്ടിയെ പോലെയാണ് നോക്കിയത്. ഞാൻ എല്ലായിടത്തും ഉണ്ടാകുമ്പോൾ എന്നെയും കൊണ്ടുപോകാമോ പറഞ്ഞ് കരഞ്ഞ കുട്ടിയാണ് ഞാൻ. എനിക്കറിഞ്ഞൂടെ, എൻ്റെ കാര്യം പോലെ അല്ലല്ലോ അവ ബാക്കിയുള്ളവരോട്. അതുപോലെ രണ്ടാമത്തെ കാര്യം, നമ്മുടെ ട്രോമ, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു, ഇതൊക്കെ വെച്ചാണോ ഞാൻ നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്? അല്ലെങ്കിൽ മറ്റൊരാളെ വിധിക്കാൻ, അല്ലെങ്കിൽ മറ്റൊരാളെ വഴക്ക് പറയാൻ എൻ്റെ ട്രോമ ഒരു റീസണാണോ? എനിക്കിതുവരെ അത് തോന്നിയിട്ടില്ല കേട്ടോ. എൻ്റെ ട്രോമ അല്ലെങ്കിൽ എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അത് ഞാൻ അനുഭവിക്കുമോ, അല്ലെങ്കിൽ എന്നോട് നിങ്ങൾക്കൊരു കൺസേൺ തോന്നാം, നിങ്ങൾക്കൊരു കരുണ തോന്നാം.
പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് അത് മറ്റൊരാളെ വിധിക്കാനുള്ള ഒരു, അതായത് മറ്റൊരാളെ അടിക്കാനുള്ളൊരു വടിയായിട്ട് അത് ഒരിക്കലും കാണരുത് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. തൻവി എന്നുള്ളൊരു കുട്ടി അതിനകത്ത് പറയുന്നുണ്ട് അവർ ഒരുപാട് പണ്ട് അനുഭവിച്ചു. ഓക്കെ, അവരത് അനുഭവിച്ചു, അതിന് റീസണായിട്ടുള്ളവരും ഉണ്ടാവാം, അവർക്കും പലതും പറയാനുണ്ടാവുമായിരിക്കും. പക്ഷേ ആ അനുഭവിച്ചു എന്നുള്ളത് കൊണ്ട് ഒരാൾ ഉള്ള ആളാവണമെന്നില്ല, നല്ലതാവണമെന്നുമില്ല. നമ്മളെല്ലാവരും ഓരോ അനുഭവത്തിൽ കൂടെ കടന്നു വരുന്നവരാണ്. മെയിൻലി ശ്രദ്ധിച്ചാൽ ഫാമിലി ഇഷ്യൂസിൽ കാണാവുന്ന ഒരു കാര്യമാണ് ഏറ്റവും ടോക്സിക് ആയിട്ടുള്ളൊരു പേഴ്സൺ. അയാൾ മിക്കവാറും ചൈൽഡ്ഹുഡ് ട്രോമയുള്ള ഒരാളായിരിക്കും. അയാൾ ആ ചൈൽഡ്ഹുഡ് ട്രോമ എടുത്ത് വെച്ച് മറ്റൊരാൾക്കത് പാസ് ചെയ്യുക ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാനത് അനുഭവിച്ചത് നിങ്ങളെങ്കിലും അനുഭവിക്കാതിരിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഓക്കെ ആയിരിക്കും, ഞാനതിൽ നിന്ന് സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാളാണ് എന്ന് ഭൂരിഭാഗം പേര് ഇവിടെ ആലോചിക്കുന്ന പോലുമില്ല. ഞാനത് അനുഭവിച്ചു, സോ നീ ഇത് അനുഭവിക്കണം, അല്ലെങ്കിൽ നീ സന്തോഷമായിട്ടിരിക്കരുത്. ഇങ്ങനെ ഒരു പ്രവണത ഞാൻ പണ്ട് മുതലേ കാണുന്നുണ്ട്. ശരിയാണ്, ഇത് പണ്ടുള്ള കാലത്തുള്ളവർ പലതും അനുഭവിച്ചിട്ടുണ്ടാകും. അതിൻ്റെ ഫ്രസ്ട്രേഷൻ മുഴുവൻ യൂത്തിൻ്റെ തലയിൽ അല്ലെങ്കിൽ അടുത്ത ജനറേഷൻ്റെ തലയിൽ കെട്ടിവെക്കേണ്ട കാര്യമുണ്ടോ? അതൊരു ശരിയായ കാര്യമാണോ? ഇതൊക്കെ നമ്മൾ നമ്മുടെ ഹിസ്റ്ററി പോലെ അറിയേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ പേരൻസിൻ്റെ സ്ട്രഗിളിങ്, അതിനു മുമ്പുള്ള ഹിസ്റ്ററി, അതിനു മുമ്പുള്ളതെല്ലാം നമുക്ക് ഹിസ്റ്ററി ആണല്ലോ. ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം എന്നതിലപ്പുറത്തേക്ക് നമ്മളതിൻ്റെ ആ ഒരു വെയിറ്റ് നമ്മളിതിന് ക്യാരി ചെയ്യണം. നമുക്കുള്ളത് വെച്ച് നമ്മൾ മുന്നോട്ട് പോകുക, നമ്മളെ കൊണ്ട് മാക്സിമം ഡെവലപ്പ് ചെയ്ത് നമ്മുടെ നെക്സ്റ്റ് ജനറേഷനുള്ള അവരുടെ കാര്യങ്ങൾ ഈസി ആക്കാനുള്ള കാര്യങ്ങൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്തു കൊടുക്കുക എന്നതല്ലാതെ നമ്മളിതിനൊക്കെ ക്യാരി ചെയ്യണം. അവരുടെ ട്രോമകൾ നമ്മളിതിന് ക്യാരി ചെയ്യണം. താങ്ക് യു. മെയിൻലി എനിക്കിത് രണ്ടുമാണ് നിങ്ങളോട് പറയാനുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. Thank you for watching my video. Please subscribe and share. Thank you.